15,000 ക്രിസ്മസ് പാപ്പമാർ അണിനിരക്കുന്ന ബോൺ നത്താലെ ഉടൻ തുടങ്ങും. നിശ്ചല ദൃശ്യങ്ങൾ അടങ്ങുന്ന ഘോഷയാത്ര സെയിന്റ് തോമസ് കോളേജിലെ പാലോക്കാരൻ സ്ക്വയറിൽ നിന്ന് ആരംഭിക്കും. വിഷ്ണു സുരേഷ് തത്സമയ വിശദാംശങ്ങളുമായുണ്ട്. വിഷ്ണു, അങ്ങനെ മറ്റൊരു ബോൺ നത്താലെ കൂടി തുടങ്ങാനിരിക്കുന്നു. ഇക്കുറി 15,000-ലേറെ പാപ്പമാർ എത്തും എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഇത്തവണത്തെ പ്രത്യേക കാഴ്ചകൾ, പ്രത്യേകതകൾ എന്തൊക്കെയാണ്? AI ദൃശ്യ വിസ്മയ മികവും ഒക്കെ ഉണ്ടാകും എന്നതാണല്ലോ. ഈ യാത്ര തുടങ്ങുന്ന ആ സ്കൂൾ ഗ്രൗണ്ടിലാണ്. അതാ 15,000-ഓളം വരുന്ന പാപ്പകൾ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ തൃശ്ശൂരിലെ 2025 ബോൺ നത്താലെ അത് ആരംഭിക്കും. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. വലിയ പ്രായഭേദമന്യേ ഒരുപാട് ആളുകൾ, അതായത് ചെറുപ്പം മുതൽ അതോടൊപ്പം തന്നെ വലിയ പപ്പാഞ്ഞിമാർ എല്ലാവരെയും നമുക്ക് കാണാൻ സാധിക്കും. 2013 ബോൺ നത്താലെ ആരംഭിക്കുന്നത്. തൃശ്ശൂർ അതിരൂപതയും അതോടൊപ്പം തന്നെ ജനാവലി, തൃശ്ശൂർ ജനാവലിയും പൗരാവലിയും ചേർന്ന് ആരംഭിച്ച ബോൺ നത്താലെ അത് 13ാം വർഷത്തിലേക്ക് കടക്കുന്നു. അതിന് ഒരു തരത്തിലുള്ള മാറ്റം കുറഞ്ഞിട്ടില്ല. ഓരോ വർഷം കഴിയുമ്പോഴും തൃശ്ശൂരിലെ ഈ ബോൺ നത്താലയുടെ മാറ്റ് കൂടിക്കൂടി വരുന്ന സാഹചര്യം. ഓരോ ഇടവകളായി തിരിഞ്ഞാണ് ഇപ്പോൾ ഈ ബോൺ നത്താലേക്ക് ആളുകൾ എത്തുന്നത്. ചേട്ടാ, എവിടെ നിന്നാണ്? ഞങ്ങൾ ചേരുംകുഴിയിൽ നിന്നാണ്. നമ്മുടെ എത്ര പേരുണ്ട് നിങ്ങൾ? ഞങ്ങൾ 100-ൽ ആൾക്കാരുണ്ട്. മൊത്തം എത്ര ഇടവകളിൽ നിന്നാണ് ആൾക്കാർ? 213 ഇടവ. വലിയ ആഘോഷമാണ്, വലിയ സന്തോഷം. അതായത് നമ്മുടെ തൃശ്ശൂരിന്റെ ഏറ്റവും വലിയൊരു ആഘോഷമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നത്. മാത്രമല്ല ഇതിന് ഞങ്ങൾ ഈ രൂപത തുടങ്ങി വെച്ച സംരംഭം എല്ലാ വർഷം പൂർവാധികം ഒന്നോടെ വെറൈറ്റി ആയിട്ടുകൊണ്ടാണ് നമ്മൾ ഈ വർഷം നടത്തുന്നത്. എല്ലാവർക്കും തൃശ്ശൂർ ഇന്നത്തെ ദിവസം ഈ പുലികളിയും അതോടൊപ്പം തന്നെ തൃശ്ശൂർ പൂരമൊക്കെ പോലെ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷവും സന്തോഷവും ഒക്കെ നടക്കുന്ന ഒരു ദിവസമാണിത്. വലിയ തിരക്ക് എല്ലായിടങ്ങളിലും കാണാൻ സാധിക്കും. ഒരു വശത്ത് ചെറിയ കുട്ടികളാണെങ്കിൽ മറുവശത്ത് വലിയ ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. തൃശ്ശൂർ അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് താഴ്പിതാവ് ആണ് ഇതിന്റെ ഒരു ആശയത്തിന് ഇതാ കാരമുക്ക് എന്ന് പറയുന്ന ഇടവകയിൽ നിന്നുള്ള ആൾക്കാരാണ് നമ്മളിവിടെ. ഒരു ആഴ്ച ആവേശത്തിലാണ്. കാര്യം എന്താണ് നിങ്ങളുടെ ഇത്തവണത്തെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? ക്രിസ്മസ്, ന്യൂ ഇയർ പരിപാടിയൊക്കെ കപ്പടിക്കും. കഴിഞ്ഞ തവണ ജസ്റ്റ് മിസ്സായിരുന്നോ? ഇത്തവണ കപ്പടിക്കാൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? പ്രത്യേകത എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടോ? മുഴുവൻ ഒരുങ്ങിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. 2 മാസം പ്രാക്ടീസ് ചെയ്തിട്ട് ഒരുങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത്. ആഘോഷമാണെന്നല്ലേ ഇന്നൊരു ആഘോഷമാണ്. ഞങ്ങൾ പ്രാവശ്യം കപ്പടിച്ചിരിക്കും. കപ്പടിച്ചില്ലെങ്കിൽ അടിക്കും, ഉറപ്പാ. കോൺഫിഡൻസ് ഉണ്ട്. എത്ര പേരുണ്ട് നിങ്ങള്? ഞങ്ങൾ 75 പേര് ആണ്. ഓരോ ഇടവകയിൽ നിന്നും കപ്പടിക്കാൻ വേണ്ടി, ബോൺ നത്താലയുമായി ബന്ധപ്പെട്ട് കപ്പടിക്കാൻ വേണ്ടിയാണ് എല്ലാവരും ആവേശഭരിതമായി വന്നിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ പൂർണ്ണ ആവേശത്തിലാണ് തൃശ്ശൂര്. 5 മണിയോടുകൂടി തന്നെ ഈ സെന്റ് തോമസ് കോളേജിൽ നിന്ന് ബോൺ നത്താലെ ആരംഭിക്കും. അതിനുശേഷം സ്വരാജ് റൗണ്ട് ചുറ്റി അവിടെ ഫ്ലോട്ടുകളടക്കം 15 ഫ്ലോട്ടുകളാണ് ഉള്ളത്. അതിലൊരെണ്ണം 5 AI ഫ്ലോട്ടുകളാണ്. അതാണ് ഈ ഇത്തവണത്തെ ബോൺ നത്താലയുടെ ഏറ്റവും പ്രത്യേകത. ഒരു ക്രിസ്മസ് ട്രീ, അതോടൊപ്പം ഈ പറയുന്ന സാന്താക്ലോസ്, സമ്മാനം നൽകുന്ന സാന്താക്ലോസ്, അങ്ങനെ വിപുലമായ ഫ്ലോട്ടുകൾ. ദൃശ്യഭംഗി കൊണ്ട് ഏറ്റവും പ്രാധാന്യം, ഒരുപക്ഷെ ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും മികച്ച ബോൺ നത്താലയായി പോകും ഇതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിങ്ങൾ കപ്പടിക്കോ? കഴിഞ്ഞ തവണ കപ്പടിച്ച അത്താണിക്കുള്ള ടീമാണ് ഇവർ. അത്താണി കഴിഞ്ഞ തവണ. അപ്പൊ ഇത്തവണ ഇവര് കപ്പടിക്കും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അങ്ങനെ ആവേശഭരിതമാകുകയാണ്. തൃശ്ശൂർ പൂരത്തിന്റെയും അതോടൊപ്പം പുലികളിയുടെയും ആവേശം എന്താണോ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നത് അത് തന്നെ അല്പസമയത്തിനകം തന്നെ ഈ പ്രദേശത്തേക്ക്, ഈ സ്വരാജ് റൗണ്ട് കീഴടക്കാൻ വേണ്ടി പാപ്പമാർ എത്തുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാരലുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവാദങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. അതിനെല്ലാം ഒരു മറുപടി കേരളം നൽകുന്ന ഒരു സെക്കുലർ മറുപടി കൂടിയാണ് ഈ ബോൺ നത്താലെ എന്ന് പറയുന്നത്. അത് 2013 ആരംഭിച്ച് 2025 എത്തുമ്പോൾ അത് ലോകശ്രദ്ധ ആകർഷിക്കുന്ന ഇടത്തിലേക്ക് പോകുന്നതിന്റെ ഒരു ആശയം തൃശ്ശൂർ അതിരൂപത പങ്കുവെക്കുന്നത്, സാധാരണഗതിയിൽ ക്രൈസ്തവർ പള്ളിക്കകത്തിരുന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു. പക്ഷേ ക്രിസ്മസ് ക്രൈസ്തവരുടെ മാത്രമല്ല, ഇതിനൊരു മതസൗഹാർദ്ദത്തിന്റെ കൂട്ടായ്മയുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ എവിടെന്നാ കപ്പടിക്കാനുള്ള സാധ്യത? അതാണ്, എല്ലാവരും കപ്പടിക്കുക എന്നൊരു ആവേശത്തിലാണ് വന്നിരിക്കുന്നത്. എവിടെന്നാ വരുന്നത്? നമസ്കാരം. പഠിക്കാനുള്ള സാധ്യത വെറൈറ്റി പരിപാടികളൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല, ഞങ്ങളുടെ ഡാൻസ് തന്നെ ഞങ്ങളുടെ വെറൈറ്റി. അതാണ് ഈ നൃത്തച്ചുവടുകളൊക്കെ അനുസരിച്ചാണ് ഇതിലെ മത്സര വിജയികളെയൊക്കെ തീരുമാനിക്കുന്നത്. നിങ്ങൾ സെറ്റാണോ? എല്ലാ ടീമുകളും ഒന്നിലൊന്ന് സെറ്റാണ്. നമുക്കൊപ്പം ഇവിടുത്തെ വൈദികരടക്കമുള്ള ആളുകൾ ചേരുന്നുണ്ട്. അച്ഛാ, എങ്ങനെയുണ്ട് ഇത്തവണത്തെ പരിപാടികളല്ലേ? നല്ല പരിപാടികളല്ലേ? നമ്മള് ക്രിസ്തു ജനിച്ചതിന്റെ സന്തോഷ സൂചകമായിട്ടാണ് ബോൺ നത്താലെ നമ്മൾ വർഷങ്ങളായിട്ട് കൊണ്ട് നടക്കുന്നത്.
ഈ ആഘോഷം മാത്രമല്ല, ആഘോഷത്തിന്റെ പെരുമാറ്റ നന്മ ചെയ്യുന്നതിലുണ്ട് എന്നുള്ളതാണ്. മതസൗഹാർദ്ദ സന്ദേശം കൂടി മുന്നോട്ട് വെക്കുന്നതാണ് അല്ലേ? അതായത് നമ്മൾ ഒരുപാട് പേര് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്, അതും കൂടി ഇതിൽ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അതാണ് ഈ ബോണത്താലെ ക്രിസ്തു ജനിച്ച സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഈ ലോകത്ത് മറ്റുള്ളവർക്ക് നന്മ വരാനും കൂടിയിട്ടാണ് ഇത് നടത്തുന്നത്. ആരംഭിക്കാൻ 5 മണിയോടുകൂടി തന്നെ തോന്നണു. ആണ് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ വിവിധ ഇടവകളിൽ നിന്നുള്ള പാപ്പാഞ്ഞിവരൊക്കെ എത്തി അവരുടെ രജിസ്ട്രേഷൻ നടപടികളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ 2025 ബോൺനത്താലെ അത് തൃശ്ശൂർ റൗണ്ടിലേക്ക് എത്തും, ഈ പറയുന്ന സ്വരാജ് റൗണ്ടിലേക്ക് എത്തും. അതിനുശേഷം അവിടെ ഈ പാപ്പകൾക്ക് ഈ പാട്ടിന്റെ അനുസരിച്ച് അവർ നൃത്തം വെക്കും. ആ നൃത്ത ചുവടുകളൊക്കെ കണക്കാക്കി വേഷവിധാനങ്ങളൊക്കെ കണക്കാക്കിയാണ് ഇതിൽ കപ്പടിക്കുന്ന രീതിയിലേക്കൊക്കെ പോകുക. അതിനുവേണ്ടി പ്രയത്നിച്ചാണ് ഓരോ ഇടവകയിൽ നിന്നുള്ള ആളുകൾ എത്തിയിരിക്കുന്നത്. 15,000 പാപ്പകളാണുള്ളത്. 2013 കേവലം കുറച്ച് പാപ്പകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 2014 എത്തുമ്പോൾ അത് ഗിന്നസ് റെക്കോർഡിലേക്ക് എത്തുന്നു. അത് 18,000 ഉയരുന്നു. ഇപ്പോൾ ഈ വർഷം വീണ്ടും 15,000 എത്തുകയാണ്. അങ്ങനെ വലിയ ആവേശം തൃശ്ശൂർ ഒന്നാകെ പാപ്പമാർ തൃശ്ശൂർ റൗണ്ട് കീഴടക്കാൻ വേണ്ടി എത്തുകയാണ്. അനുജ, അതാണ് പൂരനഗരിയിൽ പാപ്പമാരുടെ പൂരം, അതാണ് നടക്കാൻ പോകുന്നത്. കൃത്യം 5 മണിക്ക് തന്നെ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച് സ്വരാജ് നഗർ ചുറ്റി വീണ്ടും അത് കോളേജ് ഗ്രൗണ്ടിലേക്ക് തന്നെ തിരികെ എത്തിച്ചേരും എന്ന തരത്തിലേക്കാണ് ക്രമീകരിച്ചിട്ടുള്ളത്. 5 മണിക്കാണ് ബോൺനത്താലെ തുടങ്ങുന്നത്. ഇപ്പോൾ തന്നെ വലിയ ആവേശത്തിലേക്ക് പാപ്പമാർ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ തത്സമയ കാഴ്ചകളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ കാഴ്ചകൾ കാണിക്കും. ഒപ്പം തന്നെ 5 മണി മുതൽ തത്സമയം തുടർച്ചയായി തന്നെ ആ കാഴ്ചകളിലാകും 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.